പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി വാഴയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ വാഴയ്ക്ക കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 2-3 വാഴയ്ക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ വഴണ്ടി ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സൈസിലുള്ളൊരു 3 നേന്ത്ര വാഴയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് സമയം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് വെച്ചതായിരുന്നു, കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്കയിലെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയിലിട്ട് വാഴയ്ക്ക നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഈ കറിക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് ചുടുവെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെച്ചിരുന്നു, അത് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ വാഴയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. വാഴയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് മൺചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വാഴയ്ക്കൊക്കെ പാകത്തെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അതല്ലെങ്കിൽ ഗരം മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ള് മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ. ഈ കറി ഇരിക്കും തോറുമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വാഴക്കയിലൊക്കെ പുളിയൊക്കെ പിടിച്ച് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.